മത്തായി 6:8. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ, ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ആസ്ക് എന്നാ കേട്ടോ, ചോദിക്കുക. ഞാൻ എൻ്റെ മൂലഭാഷയിൽ നോക്കി, യാചിക്കുക, തെണ്ടുക എന്നൊന്നുമല്ല. പിന്നെയോ ചോദിക്കുക. അത് നമ്മുടെ രാജകീയ ഭാഷയിൽ എഴുതിയതാണ്, തെറ്റല്ലത് അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വീട് മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. ചിലർ സുവിശേഷ വേല തുടങ്ങുമ്പോഴേ ഒരു മെഗാ ചർച്ച ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. ആദ്യം തുടങ്ങുമ്പോൾ 15 പേര്, അടുത്ത ആഴ്ച 25 പേര്, അടുത്ത ആഴ്ച 100 പേര്, അതിനാഴ്ച 200 പേര്, അതിനാഴ്ച 1000 പേര്, 2000 പേര്. ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒത്തിരി മെഗാ ചർച്ചുകളുണ്ട്. ചിലരുടെയൊക്കെ ചർച്ചിൻ്റെ അതിൻ്റെ വളർച്ച ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നും അല്ലേ? അപ്പോൾ ചിലപ്പോൾ ചോദിക്കാതെ ദൈവം തരുന്നതുണ്ട്. ഹല്ലേലൂയ. 2, ചോദിക്കുമ്പോൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ നമുക്ക് കിട്ടിയ പലതുമുണ്ട്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ചോദിക്കണം. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. എവിടെ എഴുതിക്കുന്നു? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യാചിപ്പീൻ, ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, മുട്ടുന്നു എന്ന് വെച്ചാൽ ചോദിക്കണം. ധൈര്യമായിട്ട് ചോദിക്കണം. മക്കളെ തെണ്ടുവല്ല. കർത്താവേ, ദയവ് തോന്നി എന്നോട് കരുണ തോന്നണമേ. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് പട്ടാളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പല സാധനങ്ങളും പട്ടാളത്തിൽ നിന്ന് പോകുമ്പം കൊണ്ടുപോകാൻ സമ്മതിക്കും. ഒന്നൊരു കൊച്ചു ഡെറി, ഒരു കിടക്കയുടെ അത്രയുള്ള ഒരു പായയുടെ അത്രയുള്ള ഒരാൾക്ക് കിടക്കുന്നതാണ്. ഒരു ഡെറി, ഒരു കമ്പിളി, ഒരു കൊതുകുവല, പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഗംബൂട്ട്, പട്ടാളത്തിൽ നിന്ന് കിട്ടിയ ഒരെണ്ണമാണ്. ഒരു ഗംബൂട്ട്, പർവ്വതത്തിലൊക്കെ കയറാൻ സഹായിക്കുന്ന, അങ്ങനെ കുറേ സാധനങ്ങൾ. അത്രയേ ഉള്ളൂ, ബാക്കിയുള്ളൊന്നും കിട്ടത്തില്ല. ബാക്കിയൊക്കെ തിരിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ ഗംബൂട്ടും കൊണ്ടാണ് വന്നത്. ഗംബൂട്ട്, പർവ്വതത്തിലൊക്കെ കയറാൻ കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് നല്ല ഷൂസ്, നല്ല ഉറച്ച ഷൂസ്. ഞാൻ പർവ്വതത്തിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴാണ് എൻ്റെ ആ ഷൂസിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആ ബാഗ് അത് പൊട്ടിപ്പോയി, കയറിപ്പോയി. ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെയൊക്കെ പറഞ്ഞു, കർത്താവേ, ഞാൻ പട്ടാളത്തിലായിരുന്നെങ്കിൽ ഇതങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഒരെണ്ണം പുതിയത് കിട്ടുമായിരുന്നു. ഞാൻ നിൻ്റെ ദാസനല്ലയോ, ഞാൻ നിൻ്റെ വേലക്കാരനല്ലയോ. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പർവ്വതത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വേറൊരു ക്യാൻവാസ് ഷൂസ് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ ഇല്ല. എന്നോട് കരുണ കാണിച്ചു. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു, നോക്കിയേ, നീ വേലക്കാരനല്ല, നീ എൻ്റെ മകനാണ്, ചോദിച്ചാൽ മതി. അതിൻ്റെ അടുത്ത ദിവസമോ എയർഫോഴ്സിലെ ഓഫീസറായിരുന്ന കോശി, അബ്രഹാം കോശി, അബി, അദ്ദേഹമുണ്ട്, ചെങ്ങന്നൂരുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ വന്നു വെച്ച് പറഞ്ഞു, വർഗീസ് ബ്രദറെ, നമ്മുടെ ഇന്ത്യ കൊണ്ട് ബാറ്റ കമ്പനിക്കാർ കുറച്ച് നല്ല ഒന്നാം തരം ക്യാൻവാസ് ഷൂസ് റഷ്യയിലേക്ക് അയച്ചു. പക്ഷേ അവരത് റിജക്റ്റ് ചെയ്തു. ഏതാണ്ടൊരു തകരാറ് കണ്ടപ്പോഴത്തേക്ക് റിജക്റ്റ് ചെയ്തു. ഇവിടെ വിട്ടിട്ടുണ്ട്. ഏകദേശം അന്നത്തെ കാലത്ത് 50 രൂപയുടെ വിലയുള്ള ഷൂസ് 18 രൂപയ്ക്ക് കിട്ടുന്ന ഞാൻ ഒരെണ്ണം വാങ്ങിക്കാവുന്നതാണ്. കട്രായിലുണ്ട്. കാരണം കട്രായിൽ അമ്പലത്തിൽ പോകുന്നവരൊക്കെ ഈ ക്യാൻവാസ് ഷൂസും കൊണ്ടാണ് പോകുന്നത്. പറഞ്ഞു വന്നാട്ടെ. അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അദ്ദേഹം ഒരെണ്ണം വാങ്ങിച്ച് എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തന്നു. നല്ല ഒന്നാം തരം കമ്പോട്ട്. ഞാൻ നോക്കിയിട്ട് അതിനകത്ത് തകരാറൊന്നും കണ്ടില്ല. റഷ്യക്കാരെ ഏതാണ്ട് ചിലപ്പോൾ 1-2 എവിടെയെങ്കിലും കണ്ടതായിരിക്കാം. നിനക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം. അപ്പോൾ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? തെണ്ടി ചോദിക്കുകയല്ല. മക്കളെങ്കിൽ അവകാശികൾ. കർത്താവേ, എനിക്കൊരു ഷൂസ് വേണം. കർത്താവേ, എനിക്കൊരു പേന വേണം. കർത്താവേ, എനിക്കൊരു ഷർട്ട് വേണം. കർത്താവേ, എനിക്കൊരു നന്മ വേണം. ദൈവത്തോട് ധൈര്യത്തോടെ ചോദിക്കണം. ചോദിക്കുമ്പോൾ കിട്ടും. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടി. ഇല്ലാതെ തരുന്നു, ചോദിക്കാതെ കിട്ടുന്നു, ചോദിക്കുമ്പോഴേ കിട്ടുന്നു. 3, എന്നിട്ടും ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചോദിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവ ഇഷ്ടമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പില്ലാത്തതൊന്നുമല്ല അല്ലേ? എനിക്കൊരു പ്ലെയിൻ വേണം, എയറോപ്ലെയിൻ വേണോ? എനിക്കൊരു വലിയൊരു BMW കാറ് വേണോ? ദൈവത്തിന് തരണമെന്ന് ഉറപ്പാണെങ്കിൽ ഹല്ലേലൂയ എന്തു ചെയ്യണം? ധൈര്യത്തോടെ ചോദിക്കണം. എവിടെ എഴുതിയിരിക്കുന്നു? 11-ാം അധ്യായം. ഇതെല്ലാം ഒന്നിനു ശേഷം ഒന്ന് യേശുക്രിസ്തു പറഞ്ഞതാണ്. 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കട്ടെ. 11:12. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു. ഒന്ന് കാണാതെ പഠിക്കണം ഇത്. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ ഇന്നേ വരെ സ്വർഗരാജ്യം ബലയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു.
നമ്മൾ ധൈര്യത്തോടെ ചോദിച്ചു വാങ്ങി തന്നേ ഒക്കത്തുള്ളൂ. എൻ്റെ ഭർത്താവിനെ തന്നേ ഒക്കത്തുള്ളൂ, എൻ്റെ മോനെ തന്നേ ഒക്കത്തുള്ളൂ, എൻ്റെ ഭാര്യ എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ, എനിക്കൊരു വീട് തന്നേ ഒക്കത്തുള്ളൂ, എൻ്റെ മോക്ക് ജോലി കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ, എൻ്റെ മരുമോക്കൊരു കുഞ്ഞിനെ കൊടുത്തേ ഒക്കത്തുള്ളൂ, എനിക്ക് കുറച്ച് ആത്മാക്കൾ കൂടെ തന്നേ ഒക്കത്തുള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയാണ്, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല, തന്നേ ഒക്കത്തുള്ളൂ. ബലത്തോടെ ചോദിച്ചു വാങ്ങിക്കണം. അത് ചോദിക്കാം, പക്ഷേ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം ചോദിക്കണം.